151ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സൊസൈറ്റി ഷാൾ നോട്ട് ഇൻവെസ്റ്റ് ഡാഷ് ഓഫ് ഇറ്റ്സ് ഡാഷ് ആസ് പെർ റൂൾ 54. ഫസ്റ്റ് ഓപ്ഷൻ നോട്ട് എക്സീഡിങ് 10% നെറ്റ് പ്രോഫിറ്റ്. സെക്കൻഡ് ഓപ്ഷൻ നോട്ട് എക്സീഡിങ് 5% വർക്കിംഗ് ഫണ്ട്. തേർഡ് ഓപ്ഷൻ നോട്ട് എക്സീഡിങ് 5% വർക്കിംഗ് ക്യാപിറ്റൽ. ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റൂൾ 54 മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഫണ്ട്. എ സൊസൈറ്റി ഷാൾ നോട്ട് ഇൻവെസ്റ്റ് എന്താണ് 5% ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ റൂൾ 54. അപ്പോൾ നോക്കി 151ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ഒരു സൊസൈറ്റി ഷാൾ നോട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് നോട്ട് എക്സീഡിങ് 5%, 5% അധികരിച്ച് അതിൻ്റെ ഏത് വർക്കിംഗ് ക്യാപിറ്റൽ അത് കൃത്യമായിട്ട് തന്നെ ആസ് പെർ റൂൾ 54 സബ് റൂൾ 1 കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 151ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 152ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫീസ് ഫോർ ഡിസൈഡിങ് ദി മോണിറ്ററി ഡിസ്പ്യൂട്ട് ഇഫ് ദി എമൗണ്ട് ഇൻവോൾവ്ഡ് ഈസ് അപ് ടു റുപ്പീസ് 10 lakh ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ 10,000, സെക്കൻഡ് ഓപ്ഷൻ 5,000, തേർഡ് ഓപ്ഷൻ 500, ഫോർത്ത് ഓപ്ഷൻ 7,500. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മോണിറ്ററി ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞിട്ടുള്ള മോണിറ്ററി ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫീസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് ബാറ് പറയുന്നുണ്ട് എത്ര വരെയാണ്? റുപ്പീസ് 10 lakh വരെയാണെങ്കിൽ എത്ര രൂപയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് റൂൾ 67 സബ് റൂൾ 10 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. 10 രൂപ ക്ലൈമിന് എത്ര വെച്ചിട്ടാണ്? 50 പൈസ വെച്ചിട്ടാണ് ഈടാക്കുന്നത്. 2 lakh വരെയാണെങ്കിൽ 5,000 റുപ്പീസാണ്. പിന്നെ അബൌട്ട് 2 lakh 10 lakh വരെ. അപ്പോൾ അടുത്ത് പറയാൻ 10 lakh വരെയാണെങ്കിൽ 7,500 ആണ്. ഇവിടെ 10 lakh വരെ അല്ലേ. ഇനി അതിൻ്റെ മുകളിലേക്ക് 10 lakh വരെയാണെങ്കിൽ 7,500. അതിൻ്റെ മുകളിലേക്ക് എത്രയാണ്? 10,000. അബൌട്ട് 10 lakh എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചേക്കണേ അപ് ടു റുപ്പീസ് 10 lakh വരെയാണെങ്കിൽ 7,500 ആണ്. അത് കൃത്യമായിട്ട് റൂൾ 67 സബ് റൂൾ 10 പറയുന്നുണ്ട്. അപ്പോൾ 152ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ 7,500. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 153ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ ഈസ് മെൻഷൻഡ് ഇൻ. ഫസ്റ്റ് ഓപ്ഷൻ റൂൾ 34A, സെക്കൻഡ് ഓപ്ഷൻ സെക്ഷൻ 34B, തേർഡ് ഓപ്ഷൻ സെക്ഷൻ 34A, ഫോർത്ത് ഓപ്ഷൻ റൂൾ 34B. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട്സ് അതുപോലെ തന്നെ അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏത് സെക്ഷൻ അല്ലെങ്കിൽ ഏത് റൂൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 153ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ സെക്ഷൻ 34A ആണ്. 154ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് ഷാൾ ടേക്ക് നെസസറി സ്റ്റെപ്പ് ഫോർ ദി കണ്ടക്ട് ഓഫ് election and the dash shall render all necessary assistance for the conduct of election to the Circle Cooperative Union. First option registrar, State Cooperative Election Commission. Second option returning officer, State Cooperative Election Commission. Third option registrar, Circle Cooperative Union. Fourth option റിട്ടേണിംഗ് ഓഫീസർ, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷനെ കുറിച്ച് പറയുന്നത് റൂൾ 129 അതിനകത്ത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ദ ഡാഷ് ഷാൾ ടേക്ക് നെസസറി സ്റ്റെപ്സ്. ആരാണ് നെസസറി സ്റ്റെപ്സ് എടുക്കുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യുന്ന റിട്ടേണിംഗ് ഓഫീസറാണ്. റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ ഷാൾ ടേക്ക് നെസസറി സ്റ്റെപ്പ് ഫോർ ദി കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ആൻഡ് ദി ഡാഷ് ഷാൾ റെൻഡർ ഓൾ നെസസറി അസിസ്റ്റൻസ്. അതിന് ആരാണ് നെസസറി അസിസ്റ്റൻസ് റെൻഡർ ചെയ്യുന്നത്? ഫോർ ദി കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ തന്നെയാണ് CCU. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ 154ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ റിട്ടേണിംഗ് ഓഫീസർ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 155ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൾ പേ റുപ്പീസ് ഡാഷ് ഹാസ് മിനിമം ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് ഓപ്ഷൻ 1 lakh, സെക്കൻഡ് ഓപ്ഷൻ 2,50,000, തേർഡ് ഓപ്ഷൻ 1,50,000, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. സെക്ഷൻ 7 രജിസ്ട്രേഷൻ സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനിൽ പറയുന്നതാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റി ആണെങ്കിൽ മിനിമം ഷെയർ ക്യാപിറ്റൽ എന്താണ് കളക്ട് ചെയ്യണം. അത് ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ 2,50,000, നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ ഏതാണ് 1 lakh ആണ്. അപ്പോൾ ഇത് സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ട് 155ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ 1 lakh ആണ്. 156ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 21. അപ്പോൾ
എത്രയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? 21 ആണ്, നോട്ട് മോർ ദാൻ. എത്രയിൽ അധികരിക്കരുത്? നോട്ട് മോർ ദാൻ 21 അധികരിക്കരുതെന്നാണ് പറയുന്നത്, മാക്സിമം. ഓഫ് വിച്ച് ഡാഷ് ഷാൾ ബി ഇലക്റ്റഡ് ബൈ എ ക്ലാസ് എ മെമ്പേഴ്സ് ഓഫ് ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? ഫസ്റ്റ് ഓപ്ഷൻ 14, സെക്കൻഡ് ഓപ്ഷൻ 15, തേർഡ് ഓപ്ഷൻ 10, ഫോർത്ത് ഓപ്ഷൻ 20. അതിനകത്ത് എ ക്ലാസ് മെമ്പേഴ്സ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലെ, കേരള ബാങ്കിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഈ പറഞ്ഞ എ ക്ലാസ് മെമ്പേഴ്സിൻ്റെ നമ്പേഴ്സ് എത്ര പേരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബൈ എ ക്ലാസ് മെമ്പേഴ്സ് ഓഫ് ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. എ ക്ലാസ് മെമ്പർ നമുക്കറിയാം ഏതാണ്? പാക്സും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമാണ്. 14 ജില്ലയിലെ പാക്സിൻ്റെ പ്രതിനിധീകരിച്ച് 14 മെമ്പേഴ്സ്, പിന്നെ പ്ലസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ പ്രതിനിധീകരിച്ച് കേരള സ്റ്റേറ്റിൽ നിന്നുള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരു പ്രതിനിധി, അങ്ങനെ 14 + 1 15 പേരാണ്. അപ്പോൾ 156ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ 15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 157ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾ 13A, മോർ ദാൻ ഹാഫ് ഇൻ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ഡാഷ് ഷാൾ ബി ഹെൽഡ് ബൈ ദി ഡാഷ് ആൻഡ് ഇറ്റ് ഷാൾ ബി മെയിൻറ്റൈൻഡ് ത്രൂ ഔട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഓപ്ഷൻ പ്രൊമോട്ടിംഗ് സൊസൈറ്റി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് ഓപ്ഷൻ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടിംഗ് സൊസൈറ്റി, തേർഡ് ഓപ്ഷൻ പ്രൊമോട്ടിംഗ് സൊസൈറ്റി, ഫോർത്ത് ഓപ്ഷൻ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റൂൾ 13A. എന്താണ് റൂൾ 13A? പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. മോർ ദാൻ ഹാഫ് ഇൻ നോമിനൽ വാല്യൂ ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് ഓഫ് ഏതാണ്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മോർ ദാൻ half in nominal value of equity shares of subsidiary institution shall be held by the ആര് ഹെൽഡ് ചെയ്യണം? അത് പ്രൊമോട്ട് ചെയ്യുന്ന സൊസൈറ്റി ഹെൽഡ് ചെയ്യണം. ഹെൽഡ് ബൈ ദി പ്രൊമോട്ടിംഗ് സൊസൈറ്റി. ഇറ്റ് ഷാൾ ബി മെയിൻറ്റൈൻഡ് ത്രൂ ഔട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എന്ന് വരെ നിലനിൽക്കുന്നു അന്ന് വരെ ഈ പറഞ്ഞിട്ടുള്ള പ്രൊമോട്ടിംഗ് സൊസൈറ്റി, ഈ പറഞ്ഞിട്ടുള്ള സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മോർ ദാൻ ഹാഫ് ഇൻ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഏതാണ് 157ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടിംഗ് സൊസൈറ്റി, ബി ആണ് ആൻസർ. 157ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. As per rule 13A, more than half in nominal value of the equity shares of subsidiary institution shall be held by the promoting society and it shall be maintained throughout the existence of subsidiary institution. 157ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 158ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The dash shall have powers to issue any direction or guidelines or instruction for the conduct of election to the state cooperative union and also to the officers appointed to perform the election duties. First option government, second option registrar, third option state cooperative union, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷൻ്റെ ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത് റൂൾ 154 ആണ്. റൂൾ 154 സബ് റൂള് 12 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ദ ഡാഷ് ഷാൾ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ എന്താണ് കമ്മീഷൻ ഷാൾ ഹാവ് പവേഴ്സ് ടു ഇഷ്യൂ എനി ഡയറക്ഷൻ ഓർ ഗൈഡ് ലൈൻസ് കൊടുക്കും ഓർ ഇൻസ്ട്രക്ഷൻ ഫോർ ദി കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്ഷനും ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനുള്ള പവർ ആർക്കാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ആൻഡ് ഓൾസോ ടു ദി ഓഫീസേഴ്സ് അപ്പോയിൻറ്റഡ് ടു പെർഫോം ദി ഇലക്ഷൻ ഡ്യൂട്ടി. അതേപോലെ തന്നെ ഈ പറയുന്ന ഇലക്ഷൻ ഡ്യൂട്ടി നിർവഹിക്കേണ്ട ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ 158ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, ആൻസർ ഓപ്ഷനിലുള്ള അപ്പോൾ ഡി നൺ ഓഫ് ദിസ് ആണ്. അപ്പോൾ 158ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 159ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ റിസിപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ അണ്ടർ റൂൾ 170A, the registrar dairy shall verify the proposed panel may either approve or return the same for clarification within a period of dash from the date of receipt of the application. First option 1 month, second option 60 days, third option 30 days, fourth option 2 months. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റൂൾ 170A ആനുവൽ പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് ഓഫ് മിൽമ ആൻഡ് RCMPU റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെയും അതുപോലെ തന്നെ മിൽമയുടെയും ആനുവൽ പെർഫോമൻസ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ നോക്കുകയും റൂൾ 170A സബ് റൂള് 4ൽ പറയുന്ന പോയിൻ്റാണ്, 4ഉമായിട്ട് ബന്ധപ്പെട്ട പോയിൻ്റാണ്. ഓൺ റിസിപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ അണ്ടർ റൂൾ 170
എ സബ് റൂൾ 4 അനുസരിച്ച് ദ രജിസ്ട്രാർ ഡയറി ഷാൾ വെരിഫൈ ദി പ്രൊപ്പോസ്ഡ് പാനൽ. ഒരു പ്രൊപ്പോസ്ഡ് പാനലിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ റിസീപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൂൾ 170 സബ് റൂൾ 4 അനുസരിച്ച് ദ രജിസ്ട്രാർ ഓഫ് ഡയറി എന്ത് ചെയ്യും? മേ ഐദർ ഒന്നിൽ അപ്രൂവ് ചെയ്യും ആ ഒരു പ്രൊപ്പോസ്ഡ് പാനലിനെ, അല്ലെങ്കിൽ എന്താണ് റിട്ടേൺ ചെയ്യും. ദ സെയിം ഫോർ ക്ലാരിഫിക്കേഷന് വേണ്ടി വിത്തിൻ എ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ. അത്തരത്തിലുള്ള പാനലിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി എത്ര നാളിനുള്ളിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് തന്നെ റൂൾ 170 സബ് റൂൾ 4 പറയുന്നുണ്ട് 60 ഡേയ്സ് ആണ്. അപ്പോൾ 159 ക്വസ്റ്റ്യൻ ആൻസർ ബി 60 ഡേയ്സ്. 160 ക്വസ്റ്റ്യൻ നോക്കാം. ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടു സ്പ്രെഡ് എഡ്യൂക്കേഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ്. ആരുടെ ഫംഗ്ഷനാണ്? എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് എഡ്യൂക്കേഷനൊക്കെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനൊക്കെ സ്പ്രെഡ് ചെയ്യേണ്ടത്. നമുക്ക് ഡയറക്റ്റ് തന്നെ ആൻസറിലേക്ക് പോകാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ആണ്, SCCയുടെ ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സെക്ഷൻ 91 പറയുന്നുണ്ട്. അപ്പോൾ 160 ക്വസ്റ്റ്യൻ ആൻസർ ഡി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ SCU. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 161 ക്വസ്റ്റ്യൻ നോക്കാം. ദ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് മിൽമ ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഷാൾ ബി എൻട്രസ്റ്റഡ് ടു ആൻ അപ്രൂവ്ഡ് ഏജൻസി ഓർ ഇൻഡിവിജ്വൽസ് വിത്ത് മിനിമം ഡാഷ് എക്സ്പീരിയൻസ് ഇൻ ടെക്നിക്കൽ ആൻഡ് മാനേജറൽ കേഡർ. ഫസ്റ്റ് ഓപ്ഷൻ 5 years, സെക്കൻഡ് ഓപ്ഷൻ 15 years, തേർഡ് ഓപ്ഷൻ 10 years, ഫോർത്ത് ഓപ്ഷൻ 3 years. ആനുവൽ പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് ഓഫ് മിൽമ ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ റൂൾ 170 സബ് റൂൾ 1 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഷാൾ ബി എൻട്രസ്റ്റഡ് ടു ആൻ ഒരു അപ്രൂവ്ഡ് ഏജൻസി ഓർ ഇൻഡിവിജ്വൽ വിത്ത് മിനിമം എത്ര നാളത്തെ എക്സ്പീരിയൻസ് വേണം? മിനിമം 10 years എക്സ്പീരിയൻസ് ഇൻ ടെക്നിക്കൽ ആൻഡ് മാനേജറൽ കേഡർ. അപ്പോൾ 161 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 162 ക്വസ്റ്റ്യൻ നോക്കാം. എനി ഓഫീസർ കസ്റ്റോഡിയൻ വിൽഫുള്ളി ഫൈൽസ് ടു ഹാൻഡ് ഓവർ കസ്റ്റഡി ഓഫ് ബുക്സ് ടു എനി പേഴ്സൺ authorized in this behalf by the registrar or DCA. It is offence as per section. First option 94 subsection 4, second option 94 subsection 4A, third option 94 subsection 4B, fourth option 94 subsection 5. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എനി ഓഫീസർ അല്ലെങ്കിൽ കസ്റ്റോഡിയൻ വിൽഫുള്ളി എന്താണ് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഫൈൽസ് ടു ഹാൻഡ് ഓവർ കസ്റ്റഡി ഓഫ് എന്ത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റഡി ഓഫ് ബുക്സ് ടു any person authorized in this behalf by the registrar or DCA. It is offence as per section. അതായത് രജിസ്ട്രാറോ DCA ഓതറൈസ് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിക്ക് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട ഓഫീസറോ കസ്റ്റോഡിയനോ മനഃപൂർവ്വം ഫൈൽസ് ടു ഹാൻഡ് ഓവർ ദി കസ്റ്റഡി ഓഫ് ബുക്സ് എന്താണ് ഹാൻഡ് ഓവർ ചെയ്യാൻ ഫയലറായി കഴിഞ്ഞാൽ അത് ഒഫൻസായിട്ട് പരിഗണിക്കും. സെക്ഷൻ 94 സബ്സെക്ഷൻ ഏതാണ്? 4A പ്രകാരമാണ്. അപ്പോൾ 162 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. 94 സബ്സെക്ഷൻ 4A. അപ്പോൾ ഈ സെക്ഷൻ 94 സബ്സെക്ഷൻ 4A പ്രകാരം ആ ഒരു ഒഫൻസിനും ഇംപ്രസ്മെൻറ്റ് എക്സ്റ്റെൻഡ് ടു ഏതാണ് 1 year വരെ എന്താണ് ഇംപ്രസ്മെൻറ്റ് കിട്ടാം, അല്ലെങ്കിൽ അതാണ് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ₹10,000 വരെ, അല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടാം. അപ്പോൾ 162 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. 163 ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് മേ പ്രിപ്പയർ ആൻഡ് നോട്ടിഫൈ ദ റിക്രൂട്ട്മെൻറ്റ് റൂൾസ് ഓഫ് ദി സൊസൈറ്റീസ് മെൻഷൻഡ് ഇൻ സബ്സെക്ഷൻ 3A ഓഫ് സെക്ഷൻ 80 and in schedule 1 of the act from time to time. First option government, second option registrar, third option A or B, fourth option DCA. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളത് ആരാണ് പ്രിപ്പയർ അതുപോലെ നോട്ടിഫൈ ചെയ്യുന്നത്? ദ റിക്രൂട്ട്മെൻറ്റ് റൂൾസ് ഓഫ് ദി സൊസൈറ്റീസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് സബ്സെക്ഷൻ 3F സെക്ഷൻ 80 and in schedule 1 of the act from time to time. ദ റിക്രൂട്ട്മെൻറ്റ് റൂൾസ് എന്താണ് പ്രിപ്പയർ ചെയ്ത് നോട്ടിഫൈ ചെയ്യുന്നത് ഏതാണ്? ഗവൺമെൻറ്റാണ്. അത് കൃത്യമായിട്ട് തന്നെ റൂൾ 185B മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 163 ക്വസ്റ്റ്യൻ ആൻസർ എ ഗവൺമെൻറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 164 ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് സീറ്റ്സ് ഇൻ ദി കമ്മിറ്റി ഓഫ് ഈച്ച് സൊസൈറ്റി ഷാൾ ബി റിസർവ്ഡ് ഫോർ മെമ്പേഴ്സ് who shall not exceed the age of dash on the date of filing of nomination for election, of whom one shall be from the non-reserved category. First option 3 45 years, second option 2 40 years, third option 3 40 years, fourth option 2 45 years. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 28 മാനേജിംഗ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആ സെക്ഷനിൽ നിന്നുള്ളൊരു പോയിൻ്റാണ്. ഡാഷ് സീറ്റ്സ് ഇൻ ദി കമ്മിറ്റി ഓഫ് ഈച്ച് സൊസൈറ്റി ഷാൾ ബി റിസർവ്ഡ് ഫോർ മെമ്പേഴ്സ് ഹു ഷാൾ നോട്ട് എക്സീഡ് ദി ഏജ് ഓഫ് എത്രയിൽ അധികരിക്കരുത്? 40 years അധികരിക്കരുത്. എത്ര സീറ്റ്? 2 സീറ്റ്. 2 seats in the committee of each society shall be reserved for members who shall not exceed the age of
40 years on the date of filing അപ്പോൾ ഓഫ് നോമിനേഷൻ ഫോർ ഇലക്ഷന് വേണ്ടിയിട്ട് നോമിനേഷൻ ഫയൽ ചെയ്യാമെന്നത് ഓഫ് ഹും അതിനകത്ത് ഒരാളെന്ന് പറഞ്ഞാൽ ഷാൾ ബി ഫ്രം ദി നോൺ റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്നും മറ്റൊരാളെന്ന് പറഞ്ഞാൽ വുമൺ കാറ്റഗറിയിൽ നിന്നുമാണ്. അപ്പോൾ 164 ക്വസ്റ്റ്യൻ്റെ ആൻസർ 2ഉം 40 ഇയേഴ്സുമാണ്. 164 ആൻസർ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 165 ക്വസ്റ്റ്യൻ നോക്കാം. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബേസ്ഡ് ഓൺ എ resolution passed with a dash may wind up a subsidiary institution formed under section 14AA of the act. First option simple majority at a committee meeting, second option simple majority at a promoting society, third option simple majority at a subsidiary institution, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും? എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബേസ്ഡ് ഓൺ എ റെസൊല്യൂഷൻ പാസ്ഡ് വിത്ത് എ സിമ്പിൾ മജോറിറ്റിയിൽ എന്ത് ചെയ്താൽ മതി? റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മതി. ഈ പറഞ്ഞിട്ടുള്ള ജനറൽ ബോഡിയിൽ മേ വൈൻഡ് അപ്പ് എ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് അണ്ടർ സെക്ഷൻ 14AA ഓഫ് ദി ആക്ട്. സിമ്പിൾ മജോറിറ്റി ജനറൽ ബോഡിയിൽ ഏത് സൊസൈറ്റിയുടെ? ആ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്ത സൊസൈറ്റിയിൽ. അപ്പോൾ 165 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. സിമ്പിൾ മജോറിറ്റി ആയിട്ട് പ്രൊമോട്ടീവ് സൊസൈറ്റി. ഇത് കൃത്യമായിട്ട് തന്നെ ഈ പറഞ്ഞ പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനല്ല റൂള് 13A സബ് റൂള് 7 കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 165 ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ. 166 ക്വസ്റ്റ്യൻ നോക്കാം. In the case of KCS Amendment Act 2024, the liability of a deceased member on the date of his death shall continue for a period of dash as per section. First option 2 years, section 25. Second option 3 years, rule 26. Third option 3 years, section 27. Fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? KCS Amendment Act 2024 അനുസരിച്ച് ദ ലയബിലിറ്റി ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ മരണപ്പെട്ട മെമ്പറുടെ ലയബിലിറ്റി ഓൺ ദി ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത് അദ്ദേഹം മരണപ്പെട്ട ഡേറ്റ് മുതൽ ഷാൾ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് എത്ര നാളിലേക്ക് കണ്ടിന്യൂ ചെയ്യും? ആസ് പെർ സെക്ഷൻ 26 അനുസരിച്ചാണ്. നേരത്തെ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് 2 ഇയേഴ്സ് ആയിരുന്നു. അതിപ്പോൾ മാറി എത്രയായി? 3 ഇയേഴ്സ് ആയിട്ട് മാറി. അപ്പോൾ 3 ഇയേഴ്സ് അതേപോലെ തന്നെ സെക്ഷൻ 26. അപ്പോൾ ആൻസർ ഓപ്ഷനിലില്ല. അപ്പോൾ 166 ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. നൺ ഓഫ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 167 ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി ഡാഷ് എൻഹാൻസ് ദി ഷെയർ വാല്യൂ ദ റൈറ്റ് ഓഫ് എ മെമ്പർ ടു കണ്ടിന്യൂ ഇൻ മെമ്പർഷിപ്പ് will remain for a period of dash from the date of enhancement of value of share. First option bylaws 5 years, second option registrar 5 years, third option general body 5 years, fourth option managing committee 5 years. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇഫ് ദി ഡാഷ് എൻഹാൻസ് ദി ഷെയർ വാല്യൂ ജനറൽ ബോഡി ഷെയർ വാല്യൂ എൻഹാൻസ് ചെയ്താൽ ദ റൈറ്റ് ഓഫ് എ മെമ്പർ കണ്ടിന്യൂ ചെയ്യും മെമ്പർഷിപ്പ് ആ ഒരു പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ പോലും വിൽ റിമെയിൻ ഫോർ എ പീരീഡ് ഓഫ് എത്ര നാൾ വരെ? 5 ഇയേഴ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് എൻഹാൻസ്മെൻറ്റ് ഓഫ് ദി വാല്യൂ ഓഫ് ഷെയർ. ആ വാല്യൂ ഓഫ് ഷെയർ എൻഹാൻസ് ചെയ്ത് 5 ഇയേഴ്സിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള മെമ്പർഷിപ്പ് എന്താണ് ആ മെമ്പറിൻ്റെ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ 167 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. ജനറൽ ബോഡി 5 ഇയേഴ്സ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 19 മെമ്പേഴ്സ് നോട്ട് ടു എക്സസൈസ് ഹിസ് റൈറ്റ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് ഇസ് മേഡ് സബ്സെക്ഷൻ 2 മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 167 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 168 ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾ 43C ദ കോപ്പി ഓഫ് ദി മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് together with the copy of the motion and the result of the voting shall on the termination of the meeting be forwarded to dash by dash. First option presiding officer RCS, second option government RCS, third option officer presiding the meeting RCS, fourth option RCS officer presiding the meeting. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ റൂൾ 43C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിംഗ് കമ്മിറ്റിക്ക് എഗനസ്റ്റായിട്ട് മെമ്പേഴ്സ് ജനറൽ ബോഡി അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 43C. അത് പ്രകാരം ദ കോപ്പി ഓഫ് ദി മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് ആ മീറ്റിങ്ങിൻ്റെ ആ ഒരു മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ടുഗദർ വിത്ത് കോപ്പി ഓഫ് ദി മോഷൻ ആ ഒരു കോപ്പി ഓഫ് ദി മോഷൻ ഒരുമിച്ച് ആൻഡ് ദി റിസൾട്ടും ഓഫ് ദി വോട്ടിംഗ് ഷാൾ ഓൺ ദി ടെർമിനേഷൻ ഓഫ് ദി മീറ്റിംഗ് ആ മീറ്റിംഗ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി ഫോർവേഡ് ടു ആർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം? RCSന്. ആര് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം? ആരാണോ ഓഫീസർ പ്രിസൈഡിങ് ദി മീറ്റിംഗ് അദ്ദേഹം ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 168 ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. RCS ഓഫീസർ പ്രിസൈഡിങ് ദി മീറ്റിംഗ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 43C സബ് റൂള്
11 കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 168ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 169ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് ഷാൾ ഫിക്സ് ദി എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ ഓഫ് ലിക്വിഡേറ്റർ ചാർജസ് ടു ബി പെയ്ഡ് ടു. ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ് ലിക്വിഡേറ്റർ, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ ലിക്വിഡേറ്റർ, തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ ഗവൺമെൻറ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലിക്വിഡേഷന് വേണ്ടിയിട്ട് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്താൽ ലിക്വിഡേറ്ററിൻ്റെ ഈ പറഞ്ഞ റെമ്യൂണറേഷൻ ആരാണ് ഫിക്സ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആ ചാർജസ് ആരിലേക്കാണ് പെയ്ഡ് ചെയ്യേണ്ടത്, പെയ്ഡ് ടു. അപ്പോൾ 169ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ RCS ആണ്. RCS ഷാൾ ഫിക്സ് ദി എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ ഓഫ് ലിക്വിഡേറ്റർ ചാർജസ് ടു ബി പെയ്ഡ് ടു ഗവൺമെൻറ് ആണ്. അപ്പോൾ 169ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 69 പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ സബ് റൂള് 7 കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 169ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. 170ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് മേ ഇഷ്യൂ ഗൈഡ്ലൈൻസ് ഓൺ ദി എമൗണ്ട് ടു ബി സ്പെൻഡ് ബൈ each type and class of society in every dash for the purchase of movable property that may be necessary for the conduct of the business of the societies. First option government 5 years, second option registrar 3 years, third option government 3 years, fourth option registrar 5 years. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആരാണ് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നത്? ഏതുമായിട്ട് ബന്ധപ്പെട്ട് ഓൺ ദി എമൗണ്ട് ടു ബി സ്പെൻഡ് ബൈ ഈച്ച് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ആൻഡ് ക്ലാസ് ഓഫ് സൊസൈറ്റി ഏതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ എവറി ഡാഷ് ഫോർ ദി പർച്ചേസ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടീസ് ആയിട്ട് ബന്ധപ്പെട്ട് ദാറ്റ് മേ ബി നെസസറി ഫോർ ദി കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ദി സൊസൈറ്റീസ്. 170ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ രജിസ്ട്രാർ 3 years ആണ്. ദ രജിസ്ട്രാർ മേ ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഓൺ ദി എമൗണ്ട് ടു ബി സ്പെൻഡ് ബൈ ഈച്ച് ടൈപ്പ് ആൻഡ് ക്ലാസ് ഓഫ് സൊസൈറ്റി ഇൻ എവറി 3 years for the purchase of movable property that may be necessary for the conduct of the business of the societies. 170ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 54 മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഫണ്ട്സിലെ സബ് റൂള് 4 കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 170ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 171ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സൊസൈറ്റി ഷാൾ നോട്ട് സാങ്ഷൻ ലോൺ ഓർ അഡ്വാൻസസ് എക്സീഡിംഗ് ദി IMBP fixed by the registrar and as provided in the bylaws of the society as per first option section 94, second option section 94 subsection 7A, third option rule 59 sub rule 2A, fourth option section 59 subsection 2A. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ നോട്ട് സാങ്ഷൻ ലോൺ ഓർ അഡ്വാൻസസ് സാങ്ഷൻ ചെയ്യരുത് എക്സീഡിങ് ദി IMBP അധികരിച്ച് ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ അധികരിച്ച്. അപ്പോൾ IMBP ഫിക്സ്ഡ് ബൈ ദി രജിസ്ട്രാർ ആൻഡ് ആസ് പ്രൊവൈഡ് ഇൻ ദി ബൈലോസ് ഓഫ് ദി സൊസൈറ്റി ആണ്. ആസ് പെർ സെക്ഷൻ 59 സബ്സെക്ഷൻ 2A പറയുന്നത്. 171ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. സെക്ഷൻ 59 സബ്സെക്ഷൻ 2A. സെക്ഷൻ 59 റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. അപ്പോൾ 171ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. 172ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If the loan amount exceeded 10 lakhs, valuation of immovable property shall be done by a panel of 5 members, which include 2 officers in the supervisory cadre and 2 members of the committee nominated by Dash and an independent valuer authorized by Dash. First option Chief Executive Managing Committee, second option Managing Committee Registrar, third option Registrar, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വാലുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 59A റൂൾ 56A ആണ്. റൂൾ 56A സബ് റൂള് 2 പറയുന്ന കാര്യമാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇഫ് ദി ലോൺ എമൗണ്ട് എക്സീഡ് 10 lakhs അധികരിക്കുകയാണെങ്കിൽ വാലുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാലുവേഷൻ ചെയ്യാൻ വേണ്ടി ഷാൾ ബി ഡൺ ബൈ ഒരു പാനൽ ഓഫ് 5 മെമ്പേഴ്സിൻ്റെ പാനലാണ്. പാനൽ ഓഫ് 5 members വിച്ച് ഇൻക്ലൂഡ് 2 officers ഇൻ ദി സൂപ്പർവൈസറി കേഡർ. ആ സൊസൈറ്റിയിൽ നിന്ന് തന്നെയുള്ള 2 officers ഏത് കേഡറിലുള്ള സൂപ്പർവൈസറി കേഡർ ആൻഡ് 2 members ഓഫ് ദി കമ്മിറ്റി. അതുപോലെ തന്നെ എന്താണ് 2 കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടാകും. അതിനെ നോമിനേറ്റ് ചെയ്യുന്നത് കമ്മിറ്റി മെമ്പേഴ്സിനെ നോമിനേറ്റഡ് ബൈ മാനേജിങ് കമ്മിറ്റി തന്നെയാണ്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാലുവറിനെ ഓതറൈസ് ചെയ്യും. ഒരു ഇൻഡിപെൻഡൻറ്റ് വാലുവർ ഉണ്ടാകും. അതിനെ ഓതറൈസ്ഡ് ബൈ അതും ആര് തന്നെയാണ്? മാനേജിങ് കമ്മിറ്റി തന്നെയാണ്. അപ്പോൾ മാനേജിങ് കമ്മിറ്റി ആൻസർ കീഴിലില്ല. അപ്പോൾ 172ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി നൺ ഓഫ് ദിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 173ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രൈമറി സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്കിംഗ് ഇൻ പ്രോഫിറ്റ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഷാൾ ബി സെറ്റ് അപ്പാർട്ട് ടു എ മെമ്പർ റിലീഫ് ഫണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ 10, സെക്കൻഡ് ഓപ്ഷൻ 5%, തേർഡ് ഓപ്ഷൻ 15%, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു പ്രൈമറി സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്കിംഗ് ഇൻ പ്രോഫിറ്റിലാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഷാൾ സെറ്റ് അപ്പാർട്ട് ടു എ മെമ്പർ റിലീഫ് ഫണ്ട്? അത് റൂൾ
53A പറയുന്ന പോലെ തന്നെ 10% ആണ്. 173 ക്വസ്റ്റ്യൻ ആൻസർ എ. 174 ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അവാർഡ് ഡിസിഷൻ ഓർ ഓർഡർ പാസ്ഡ് ബൈ ദി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ court shall be sent to the applicant by registered post within first option 30 days, second option 7 days, third option 15 days, fourth option no such date mentioned in law. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അവാർഡോ ഡിസിഷനോ ഓർ ഓർഡർ പാസ്ഡ് ബൈ ദി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് പാസ് ചെയ്യുന്ന അവാർഡോ ഡിസിഷനോ ഓർഡറോ ഷാൾ ബി സെൻഡ് ടു ദി ആപ്ലിക്കൻറ്റിന് സെൻഡ് ചെയ്യണം ബൈ എ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് വിത്തിൻ എത്ര ദിവസത്തിനുള്ളിൽ? ആൻസർ സി ആണ്. ആൻസർ 15 days. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 68 മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 174 ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 175 ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് ഷാൾ പ്രിപ്പയർ എ പാനൽ ഓഫ് എക്സ്പെർട്സ് or agencies within dash from the end of every financial year and submit it to the dash for approval as per rule 170A. First option RCMPU 30 days registrar of dairy. Second option Apex Society 1 month registrar of dairy. Third option Managing Committee of RCMPU 1 month registrar of dairy. Fourth option Apex Society 1 month government. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പാനൽ ഓഫ് എക്സ്പെർട്ടൈസിനെ ഓർ ഏജൻസീസ് within dash from the end of every financial year and submit it to the dash for approval as per rule 170A. Rule 170A നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏതാണ്? ആനുവൽ പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് ഓഫ് മിൽമ ആൻഡ് RCMPU, റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ ഒക്കെ. അപ്പോൾ ദ ഡാഷ് ഷാൾ പ്രിപ്പയർ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പെക്സ് സൊസൈറ്റിയാണ്. Apex Society shall prepare a panel of experts or agencies within 1 month from the end of every financial year and submit it to the ആർക്ക് സബ്മിറ്റ് ചെയ്യും? രജിസ്ട്രാർ ഓഫ് ഡയറി ആണ്. രജിസ്ട്രാർ ഓഫ് ഡയറി. അപ്പോൾ നോക്കി, അപ്പെക്സ് സൊസൈറ്റി 1 month രജിസ്ട്രാർ ഓഫ് ഡയറി. 175 ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ അപ്പെക്സ് സൊസൈറ്റി 1 month രജിസ്ട്രാർ ഓഫ് ഡയറി. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 170A സബ് റൂൾ 3 മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 175 ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 176 ക്വസ്റ്റ്യൻ നോക്കാം. Where there are more than dash and less than dash employees including cadre and sanctioned post, there shall be reserved a minimum of 1 employee belonging to physically handicapped person. First option 15, 30, second option 10, 33, third option 10, 25, fourth option 15, 25. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു എത്ര എംപ്ലോയീസ് ഉണ്ടെങ്കിൽ, ഏത് ഇൻക്ലൂഡിങ് കേഡർ ആൻഡ് സാങ്ഷൻഡ് പോസ്റ്റ്, അതിൻ്റെ ഒരു മിനിമം ഒരു മാക്സിമം ആ രീതിയിൽ പറയുന്നുണ്ട്. ദർ ഷാൾ ബി റിസർവ് ചെയ്തിട്ടുണ്ട് മിനിമം ഓഫ് 1 employee belonging to the physically handicapped പേഴ്സണിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. 176 ക്വസ്റ്റ്യൻ ആൻസർ where there are more than 10 and less than 25 employees including cadre and sanctioned post ഉണ്ടെങ്കിൽ there shall be reserved a minimum of 1 employee belonging to the physically handicapped person. 176 ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 80 സബ്സെക്ഷൻ 5 മെൻഷൻ ചെയ്യുന്നുണ്ട്. അടുത്ത് 177 ക്വസ്റ്റ്യൻ നോക്കാം. If the area operation of the society is a district, every application for registration of society shall accompanied by a challan receipt of rupees dash. First option 5,000, second option 2,500, third option 6,520, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രേഷനോട് ബന്ധപ്പെട്ട് ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ ഒരു ഡിസ്ട്രിക്റ്റ് വരെയാണെങ്കിൽ ആ ചെല്ലാൻ റെസിപ്റ്റ് എത്ര അടയ്ക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു ഡിസ്ട്രിക്റ്റ് വരെയാണെങ്കിൽ എത്രയാണ്? 6,250 ആണ്. അപ്പോൾ 177 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇല്ല. അപ്പോൾ ഡി നൺ ഓഫ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 178 ക്വസ്റ്റ്യൻ നോക്കാം. കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് ഫോർ ദി കണ്ടക്ട് ഓഫ് റിട്ടൺ എക്സാമിനേഷൻ ഫോർ ഓൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു ദി പോസ്റ്റ് ഓഫ് and above the category of junior clerk in first option PACS, second option all primary societies, third option PCRDB and PACS, fourth option all cooperative society under the control of the registrar. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് ഫോർ ദി കണ്ടക്ട് ഓഫ് റിട്ടൺ എക്സാമിനേഷൻ ഫോർ ഓൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഏത് പോസ്റ്റ് മുതൽ? പോസ്റ്റ് ഓഫ് അതായത് ജൂനിയർ ക്ലർക്ക് മുതൽ മുകളിലേക്കുള്ളത്. ഏതൊക്കെ സൊസൈറ്റിയിലാണ് റിട്ടൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്? പാക്സ് ആണോ, പ്രൈമറി സൊസൈറ്റി ആണോ, PCRDB ആണോ, ആൻഡ് പാക്സ് ആണോ, ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി
രജിസ്ട്രാറാണ്. 178ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി രജിസ്ട്രാർ. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 80B കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൽ സബ്സെക്ഷൻ 1 പറയുന്നതാണ്. അപ്പോൾ 178ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. 179ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾ 182 ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഷാൾ ഒബ്റ്റെയിൻ റിപ്പോർട്ട്സ് ഓൺ ദി വെരിഫിക്കേഷൻ ഓഫ് ക്യാരക്ടർ ആൻഡ് ആൻറ്റിസിഡൻസ് ത്രൂ എ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ആസ് in the manner as specified by first option government, second option registrar, third option A or B, fourth option DCA. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ റൂൾ 182 അനുസരിച്ച് ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി, ദാറ്റ് മീൻസ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കാം, ഷാൾ ഒബ്റ്റെയിൻ റിപ്പോർട്ട് ഓൺ ദി വെരിഫിക്കേഷൻ ഓഫ് അപ്പോയിൻറ്റ് ചെയ്യുന്ന എംപ്ലോയിയുടെ ഈ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഓൺ ദി ഏത് വെരിഫിക്കേഷൻ ഓഫ് ക്യാരക്ടറും അതേപോലെ തന്നെ ആൻഡ് ആൻറ്റിസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വകാല ചരിത്രവും ത്രൂ എ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വഴി ഒബ്റ്റെയിൻ ചെയ്യണം. ആസ് ഇൻ ദി മാനർ സ്പെസിഫൈഡ് ബൈ, അതുമായിട്ട് ബന്ധപ്പെട്ട മാനർ ആരാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 182 സബ് റൂള് 7 പറയുന്നുണ്ട്. 179ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, രജിസ്ട്രാർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 180ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The substantive vacancy in the post of the clerk in those societies falling under dash of appendix 3 of these rules shall be filled up by promotion and director recruitment in the ratio of 1:2. First option class 1 to 3, second option class 2 to 5, third option class 2 to 6, fourth option class 2 to 7. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ സബ്സ്റ്റാൻറ്റീവ് വേക്കൻസി ഇൻ ദി പോസ്റ്റ് ഓഫ് ദി ക്ലർക്ക് ഇൻ ദോസ് സൊസൈറ്റി, സ്ഥിരമായിട്ടുള്ള പോസ്റ്റ് ക്ലർക്ക് ഇൻ ദോസ് സൊസൈറ്റി, ഏത് സൊസൈറ്റിയാണ്? ഫാളിംഗ് അണ്ടർ ഡാഷ് ഓഫ് അപ്പൻഡിക്സ് 3. അപ്പൻഡിക്സ് 3 ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്റ്റാഫ് പാറ്റേൺ ആണ്. ദിസ് റൂൾ ഷാൾ ബി ഫിൽഡ് അപ്പ് ബൈ പ്രൊമോഷൻ ആൻഡ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഇൻ ദി റേഷ്യോ ഓഫ് പ്രൊമോഷൻ 1 ആണെങ്കിൽ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് 2. ഇപ്പോൾ ഏത് സൊസൈറ്റിയാണ്? 180ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ്. ക്ലാസ് 2 മുതൽ 7 വരെ 180 ആൻസർ ഡി. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 185 പ്രൊമോഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. 181ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോപ്പി ഓഫ് ഇലക്ഷൻ റെസൊല്യൂഷൻ ഓഫ് CCU ഷാൾ ബി സെൻഡ് ടു ദി ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ, സെക്കൻഡ് ഓപ്ഷൻ റിട്ടേണിംഗ് ഓഫീസർ, തേർഡ് ഓപ്ഷൻ A or B, ഫോർത്ത് ഓപ്ഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ദ ഇലക്ഷൻ റെസൊല്യൂഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഷാൾ ബി സെൻഡ് ടു ആർക്കാണ് അയക്കേണ്ടത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. 181ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 129 മെൻഷൻ ചെയ്യുന്നുണ്ട്. 181ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 182ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഓർഡർ വിത്തിൻ വിച്ച് ദി ഇൻക്വയറി അണ്ടർ സെക്ഷൻ 68 subsection 1 is to be completed and report submitted to the registrar. First option 1 month, second option 3 months, third option 60 days, fourth option not mentioned in law. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? The period of dash from the date of the order within which the inquiry under section 68, സർചാർജുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 68 സർചാർജ് ആണ്. സർചാർജിന് ആയിട്ട് ബന്ധപ്പെട്ട എൻക്വയറി എത്ര നാളിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം? ദ ഡേറ്റ് ഓഫ് ഓർഡർ മുതൽ ഈസ് ടു ബി കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം ടു ദി രജിസ്ട്രാറിന്. 182ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ, 3 months ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 66 പ്രൊസീജിയർ ഫോർ കണ്ടക്ട് ഓഫ് എൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ സബ് റൂള് 7 കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. 182ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. 183ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓഡിറ്റ് ടീം ഷാൾ കംപ്ലീറ്റ് ഓഡിറ്റ് വിത്തിൻ ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ 45 days, സെക്കൻഡ് ഓപ്ഷൻ 4 months, തേർഡ് ഓപ്ഷൻ 90 days, ഫോർത്ത് ഓപ്ഷൻ 3 months. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഓഡിറ്റ് ടീം, ഒരു ഓഡിറ്റ് ടീം റിസിപ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് റിസിപ്റ്റ് ചെയ്ത് എത്ര നാളിനുള്ളിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 183ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, 90 days ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ സബ്സെക്ഷൻ 5 മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 183ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 184ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾ 54 sub rule 1B, the valuation of the immobile property shall be fixed by a committee constituted by first option government, second option registrar, third option A or B, fourth option managing committee. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റൂൾ 54 സബ് റൂൾ 1B അനുസരിച്ച് ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടിയുടെ വാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? 184ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, രജിസ്ട്രാർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 185ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി വൈൻഡിംഗ് അപ്പ് പ്രൊസീഡിംഗ്സ് കനോട്ട് ബി കംപ്ലീറ്റഡ് വിത്തിൻ ഡാഷ്
The liquidator shall submit a report through first option 3 years from the date of the order of winding up government, second option 2 years from the date of order of winding up registrar, third option 2 years from the date of appointment of liquidator government, fourth option 2 years from the date of appointment of liquidator registrar. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്താൽ അത്തരത്തിലുള്ള ആ ഒരു സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കനോട്ട് ബി കംപ്ലീറ്റഡ് വിത്തിൻ ഡാഷ് ദി ലിക്വിഡേറ്റർ, അതായത് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് 2 വർഷത്തിനുള്ളിൽ 2 ഇയേഴ്സിനുള്ളിൽ ദ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഷാൾ സബ്മിറ്റ് എ റിപ്പോർട്ട് ത്രൂ, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം ഗവൺമെൻറ്റിലേക്ക്. ആര് മുഖേന? രജിസ്ട്രാർ മുഖേന, RCS മുഖേന. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 73 മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 185ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 2 ഇയേഴ്സ് ഡി ആണ്. 2 ഇയേഴ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ, ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് 2 വർഷത്തിനുള്ളിൽ നോക്കിയത് ലിക്വിഡേറ്റർ ഷാൾ സബ്മിറ്റ് എ റിപ്പോർട്ട് ത്രൂ, ആർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം? ഗവൺമെൻറ്റിന് ത്രൂ രജിസ്ട്രാർ മുഖേന. അപ്പോൾ ഡി ആണ് ആൻസർ. 185ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 186ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഡാഷ് ഷാൾ ബി ഓഡിറ്റഡ് ബൈ ഓഡിറ്റിംഗ് ഫേംസ്. ഫസ്റ്റ് ഓപ്ഷൻ അപ്പെക്സ് സൊസൈറ്റി, സെക്കൻഡ് ഓപ്ഷൻ പാക്സ്, തേർഡ് ഓപ്ഷൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഫോർത്ത് ഓപ്ഷൻ എ ആൻഡ് സി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെ സ്ഥാപനങ്ങളുടെ ഓഡിറ്റിംഗ് ആണ്? ഏത് ഓഡിറ്റിംഗ്? ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റിംഗ് ആണ് ഓഡിറ്റിംഗ് ഫേംസ് നടത്തുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പെക്സ് സൊസൈറ്റിയുടെ അതെ, അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അതെ. അപ്പോൾ 186ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്, എ ആൻഡ് സി. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 63 സബ്സെക്ഷൻ 10 മെൻഷൻ ചെയ്യുന്നുണ്ട്. 187ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When the president of a society is on leave or absent for more than dash continuously and his charge is not handed over to the vice president, it shall be deemed to have been handed over to the dash. First option 30 days treasurer, second option 15 days vice president, third option 15 days any board member, fourth option 60 days vice president. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പുതിയ റൂളാണ് റൂൾ 43B. ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയതായിട്ട് അമെൻമെൻറ്റിൽ വന്ന റൂളാണ് റൂൾ 43B. വെന്തി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മാനേജിംഗ് കമ്മിറ്റിയിലെ പ്രസിഡന്റ് ഓഫ് എ സൊസൈറ്റി ഇസ് ഓൺ ലീവ് ഓർ ഇൻ ആബ്സെൻറ്റ് ഫോർ മോർ ദാൻ, എത്രയിൽ അധികരിച്ച് മോർ ദാൻ 15 ഡേയ്സ് കണ്ടിന്യൂസ്ലി എന്താണ് ഈ പറഞ്ഞ ലീവോ ആബ്സെൻ്റ് ആണെങ്കിൽ, ആൻഡ് ഹിസ് ചാർജ് ഈസ് നോട്ട് ഹാൻഡഡ് ഓവർ ടു ദി വൈസ് പ്രസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ ചാർജ് വൈസ് പ്രസിഡൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഷാൽ ബി ഡീംഡ് പരിഗണിക്കും ടു ഹാവ് ബിൻ ഹാൻഡ് ഓവർ ടു ദി ഡാഷ്, ആർക്ക് ഹാൻഡ് ഓവർ ചെയ്തതായിട്ട് പരിഗണിക്കും? വൈസ് പ്രസിഡൻറ്റിന് തന്നെ. അപ്പോൾ 187ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ, 15 ഡേയ്സ് വൈസ് പ്രസിഡൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 188ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വാലുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്ലേസ്ഡ് ആസ് എ സെക്യൂരിറ്റി ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ അവൈലിംഗ് ലോൺ. ദ ലോൺ എമൗണ്ട് എക്സീഡഡ് 10 lakhs ഷാൾ ബി വാല്യൂഡ് ബൈ എ പാനൽ ഓഫ് 5 members which includes dash in the supervisory cadre of the society. First option 5 officers, second option 3 officers, third option 2 officers, fourth option none of this. Rule 56A sub rule 2 valuation of immobile property valuation ബന്ധപ്പെട്ട റൂളാണ് റൂൾ 56A. വാലുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്ലേസ്ഡ് ആസ് എ സെക്യൂരിറ്റി ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്തിനു വേണ്ടിയിട്ട്? ലോണിന് വേണ്ടിയിട്ട്, ഫോർ അവൈലിംഗ് ലോൺ. ആ ലോൺ എമൗണ്ട് 10 lakhs അധികരിക്കുകയാണെങ്കിൽ ഷാൾ ബി വാല്യൂഡ് ബൈ എ പാനൽ ഓഫ് 5 members ഉണ്ടാവും, വിച്ച് ഇൻക്ലൂഡ് ഡാഷ് ഇൻ ദി സൂപ്പർവൈസറി കേഡർ ഓഫ് ദി സൊസൈറ്റി. അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള 5 members 2 പേര് സൊസൈറ്റിയുടെ സൂപ്പർവൈസറി കേഡറിലുള്ള എംപ്ലോയി ആയിരിക്കും, 2 പേര്, 2 officers. അപ്പോൾ 188ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, 2 officers ആണ്. റൂൾ 56A സബ് റൂൾ 2 കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 189ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ മീറ്റിംഗ് കൺവീൻഡ് അണ്ടർ റൂൾ 43C ഷാൾ ബി പ്രിസൈഡഡ് ഓവർ ബൈ ഫസ്റ്റ് ഓപ്ഷൻ പ്രിസൈഡിംഗ് ഓഫീസർ, സെക്കൻഡ് ഓപ്ഷൻ RCS, തേർഡ് ഓപ്ഷൻ എനി ഓഫീസർ ഓതറൈസ്ഡ് ബൈ RCS, ഫോർത്ത് ഓപ്ഷൻ ബി ഓർ സി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റൂൾ 43C അവിശ്വാസ പ്രമേയം മാനേജിംഗ് കമ്മിറ്റിക്ക് അഗനസ്റ്റായിട്ട് ജനറൽ ബോഡിയിൽ കൊണ്ടുവരുന്നതാണ്. ഷാൾ ബി പ്രിസൈഡഡ് ഓവർ ബൈ ആരൊക്കെ വരാം? RCS വരാം, അല്ലെങ്കിൽ ഓർ എനി ഓഫീസർ ഓതറൈസ്ഡ് ബൈ RCS വരാം. അപ്പോൾ 189ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്, ബി ഓർ സി. 190ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ സെക്ഷൻ 63 സബ്സെക്ഷൻ 9 എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ
Cost to be audited by dash appointed by director of cooperative audit. First option auditors, second option team of auditors, third option A or B, fourth option A and B. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ സെക്ഷൻ 63 സബ്സെക്ഷൻ 9 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ കോസ്റ്റ് ടു ബി ഓഡിറ്റഡ് ബൈ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ്. 190 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. അപ്പോയിൻറ്റഡ് ബൈ ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. 190 ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 191 ക്വസ്റ്റ്യൻ നോക്കാം. Notwithstanding anything contained in the bylaws of a society, the dash shall co-opt 2 persons or representatives as a member of the committee of society. First option registrar, second option managing committee, third option general body, fourth option government. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നോട്ട്വിത്ത്സ്റ്റാൻഡ് എനിത്തിങ് കണ്ടെയ്ൻ ഇൻ ദി ബൈലോസ് ഓഫ് ദി സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ബൈലോയിൽ എന്ത് തന്നെ പറഞ്ഞാലും ദ ഡാഷ് ഷാൾ ആർക്ക് കോപ്റ്റ് ചെയ്യാം 2 പേഴ്സൺ ഓർ റെപ്രസെൻറ്റേറ്റീവ്സ് ആസ് എ മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഓഫ് സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ കമ്മിറ്റിയിലേക്ക് എന്താണ് 2 പേരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആർക്ക്? 191 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, മാനേജിങ് കമ്മിറ്റി. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 28 സബ്സെക്ഷൻ 1G പറയുന്നുണ്ട്. നോട്ട് വിത്ത് സ്റ്റാൻഡ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദി ബൈലോസ് ഓഫ് എ സൊസൈറ്റി ദ മാനേജിങ് കമ്മിറ്റി ഷാൾ കോപ്റ്റ് 2 പേഴ്സൺ ഓർ റെപ്രസെൻറ്റേറ്റീവ്സ് ആസ് മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഓഫ് സൊസൈറ്റി. 191 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, മാനേജിങ് കമ്മിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 192 ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി committee does not co-opt, if the committee does not co-opt the person within specified period from the date on which the committee is constituted, the dash as the case may be with a due notice as may be prescribed shall make such a nomination as specified in the section 28 subsection 1G. First option government, second option registrar, third option either the government or the registrar, fourth option neither the government nor the registrar. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കമ്മിറ്റി ഡസ് നോട്ട് കോപ്റ്റ് ദി പേഴ്സൺ. കമ്മിറ്റി എന്താണ് 2 പേരെ കോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡസ് നോട്ട് കോപ്റ്റ് ദി പേഴ്സൺ വിത്തിൻ സ്പെസിഫൈഡ് പീരീഡ് ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ദി കമ്മിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ശേഷം സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ ഈ പറഞ്ഞ കമ്മിറ്റി കോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദ ഡാഷ് ആസ് ദി കേസ് മേ ബി ആർക്ക് ഈ പറഞ്ഞിട്ടുള്ള കമ്മിറ്റിക്ക് ഡ്യൂ നോട്ടീസ് കൊടുത്തിട്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഷാൾ മേക്ക് സച്ച് നോമിനേഷൻ നടത്താൻ വേണ്ടി പറ്റും ആ സ്പെസിഫൈഡ് ഇൻ ദി സെക്ഷൻ 28 സബ്സെക്ഷൻ 1G പ്രകാരം. അപ്പോൾ ആർക്ക് നടത്താൻ വേണ്ടി പറ്റും? ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ രജിസ്ട്രാറിനോ നടത്താൻ വേണ്ടി പറ്റും. 192 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ഐദർ ദി ഗവൺമെൻറ് അല്ലെങ്കിൽ ഓർ ഗവൺമെൻറ്റിനോ ഓർ രജിസ്ട്രാറിനോ. അപ്പോൾ നോക്കി, if the committee does not co-opt the person within the specified period from the date on which the committee is constituted, the government or the registrar as the case may be with the due notice കൊടുത്ത് as may be prescribed shall make such a nomination as specified in the section 28 subsection 1G. 192 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്, either the government or the registrar. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 193 ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് ഓഫ് ഫയലർ ബൈ എനി സൊസൈറ്റി ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ദി ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് duly certified by the chief executive, the society coming under the classification class 4 and 5 according to the financial position shall be liable to pay fine. First option 10,000, second option 8,000, third option 6,000, fourth option 5,000. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? In case of filer by any society to submit a quarterly return on the credit activities. ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഉള്ള സൊസൈറ്റീസ് ക്വാർട്ടർലി റിട്ടേൺസ് എന്താണ് രജിസ്ട്രാറിന് മുമ്പാകെ ഡ്യൂലി സർട്ടിഫൈ ചെയ്ത് ആര് ചീഫ് എക്സിക്യൂട്ടീവ് സർട്ടിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സർട്ടിഫൈ ചെയ്യാത്ത സൊസൈറ്റി എന്താണ് ഷാൾ ലയബിൾ ടു പേ ഫൈൻ അടക്കേണ്ടി വരും. അപ്പോൾ അതിനകത്ത് അങ്ങനെയുള്ള സൊസൈറ്റി കമ്മിങ് അണ്ടർ ദി ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ക്ലാസിഫിക്കേഷൻ ക്ലാസ് 4 and 5 വരുന്ന സൊസൈറ്റി ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദി ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ച് ഷാൾ ബി ലയബിൾ ടു പേ ഫൈൻ എത്ര അടയ്ക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 33 സബ് റൂള് 3A മെൻഷൻ ചെയ്യുന്നുണ്ട്. ക്ലാസ് 1 സൊസൈറ്റി ആണെങ്കിൽ ക്ലാസ് 1 സൊസൈറ്റി ആണ് 10,000 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. അതേപോലെ തന്നെ ക്ലാസ് 2 മുതൽ 3 വരെയുള്ള സൊസൈറ്റി ആണെങ്കിൽ 8,000, പിന്നെ ക്ലാസ് 4 പിന്നെ മുതൽ 5 വരെ ആണെങ്കിൽ ഏതാണ് 6,000. അതല്ലാത്ത സൊസൈറ്റി എത്രയാണ് 5,000. അപ്പോൾ നമ്മുടെ ക്ലാസ് 4 and 5 ആയതുകൊണ്ട് 193 ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ 6,000 റുപ്പീസാണ്. 193 ക്വസ്റ്റ്യൻ ആൻസർ സി. 194 ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ മേ പേ റുപ്പീസ് ഡാഷ് ഫോർ കണ്ടക്ട് ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി. First option 7,500, second option 3,000, third option 1,500, fourth option exempted from fee. നോക്കി, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മേ പേ റുപ്പീസ് ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി. ഫീസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന റൂൾ 35
ഇയിലാണ് പറയുന്നത്. അപ്പെക്സ് സൊസൈറ്റിയും അതേപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ 7500 രൂപയാണ് അടയ്ക്കേണ്ടത്. സെൻട്രൽ ഫെഡറൽ സൊസൈറ്റി ആണെങ്കിൽ 4500 രൂപയും പിന്നെ ക്രെഡിറ്റ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റി ആണെങ്കിൽ 3000 രൂപയും അതല്ലാത്ത സൊസൈറ്റിയും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ 1500 ആണ്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അതുപോലെ അപ്പെക്സ് സൊസൈറ്റി ആ കാറ്റഗറി വരുന്നതുകൊണ്ട് 7500 ആണ്. അപ്പോൾ 194ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ 7500. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 195ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ കാഷ്വൽ വേക്കൻസി ഓഫ് ഓഫീസ് ബേസ് such as president, vice president, treasurer or any other officer is arises, the dash shall request the state cooperative election commission within dash of arising such vacancy to appoint a dash to conduct election. First option chief executive 15 days RO returning officer. Second option managing committee 15 days presiding officer. Third option managing committee 30 days electoral officer. Fourth option managing committee 30 days presiding officer. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റൂൾ 43 ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. റൂൾ 43 ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എക്സെട്ര ബൈ മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി ആണ്. ഇഫ് കാഷ്വൽ വേക്കൻസി ഓഫ് ഓഫീസ് ബേസ് ഓഫ് സച്ച് ആസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ ഓർ എനി അതർ ഓഫീസർ അറൈസസ്. അപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയിലെ ഓഫീസ് ബേസ് സച്ച് ആസ് പ്രസിഡന്റ് ആകാം, വൈസ് പ്രസിഡന്റ്, ട്രഷറർ, അതിൻ്റെ ഒരു കാഷ്വൽ വേക്കൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഡാഷ് ഷാൾ റിക്വസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ആരാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്? എത്ര ദിവസത്തിനുള്ളിൽ അങ്ങനെയുള്ള വേക്കൻസി അറൈസ് ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ ടു അപ്പോയിൻറ്റ്, ആരെ അപ്പോയിൻറ്റ് ചെയ്യാൻ, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ. അപ്പോൾ നോക്കി, ഇഫ് എ കാഷ്വൽ വേക്കൻസി ഓഫ് ഓഫീസ് ബേസ് ഓഫ് സച്ച് ആസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ ഓർ എനി അതർ ഓഫീസർ ഈസ് അറൈസസ്, ദ മാനേജിംഗ് കമ്മിറ്റിയാണ്. The managing committee shall request state cooperative election commission within 30 days of arises such vacancy arise ചെയ്ത് to appoint presiding officer-നെ എന്തിനു വേണ്ടി? presiding officer to conduct election. അപ്പോൾ 195ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. മാനേജിംഗ് കമ്മിറ്റി 30 days presiding officer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 196ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Any member of a registered society may at any time inspect the accounts of the society insofar as they relate to his transaction. The summary of defect included in the latest statutory audit report along with the rectification report approved by the dash. First option committee of the society. Second option committee and general body of the society. Third option general body of the society. Fourth option committee and DCA. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? Any member of a registered society, സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട എനി മെമ്പർ, ഏത് മെമ്പറിന് വേണമെങ്കിലും മേ അറ്റ് എനി ടൈം ഇൻസ്പെക്ട് ചെയ്യാം അക്കൗണ്ട്സ് ഓഫ് ദി സൊസൈറ്റി ഇൻ സോ ഫാർ ആസ് ദേ റിലേറ്റഡ് ടു ഹിസ് ട്രാൻസാക്ഷൻ, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ്റെ. ദ സമ്മറി ഓഫ് ഡിഫക്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി, അതേപോലെ തന്നെ സമ്മറി ഓഫ് ഡിഫക്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള സമ്മറി ഓഫ് ഡിഫക്റ്റ് അലോങ് വിത്ത് ദി, അതിൻ്റെ ഒപ്പം റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദി, ആരാണ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദി? മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡിയാണ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 25 പറയുന്നുണ്ട്. റൈറ്റ് ടു ഇൻസ്പെക്ട് ദി അക്കൗണ്ട്സ് ഇൻ ദി സൊസൈറ്റി. മെമ്പേഴ്സിന് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി അധികാരം കൊടുക്കുന്ന റൂളാണ് റൂൾ 25. അതിനകത്ത് തന്നെ പറയുന്ന കാര്യമാണ് ദ സമ്മറി ഓഫ് ഡിഫക്റ്റ് ഇൻക്ലൂഡ് ദി ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് അലോങ് വിത്ത് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദി കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി ഓഫ് ദി സൊസൈറ്റി. 196ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഷാൾ ബി കണ്ടക്റ്റഡ് ബൈ ദി inspection team as per the direction of the dash. First option partner societies, second option registrar, third option head of inspection team, fourth option DCA. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് ദി പാർട്ണർഷിപ്പ്. അപ്പോൾ നമുക്ക് സെക്ഷൻ 14B അല്ലെങ്കിൽ റൂൾ 13B, പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി കണ്ടക്റ്റഡ് ബൈ ദി ഇൻസ്പെക്ഷൻ ടീമാണ് കണ്ടക്ട് ചെയ്യുന്നത് ആസ് പെർ ദി ഡയറക്ഷൻ ഓഫ് ദി ഡാഷ്. ആരുടെ ഡയറക്ഷൻ അനുസരിച്ച്? 197ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആ രജിസ്ട്രാറാണ്. സെക്ഷൻ 14B സബ്സെക്ഷൻ 1C കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. 197ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. 198ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. No member of the Committee of Agriculture Improvement Cooperative Society shall be eligible for election to the committee for more than dash consecutive terms, irrespective whether the term in full or in part. First option 1, second option 2, third option 3, fourth option 5. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? No member of the Committee of Agriculture Improvement Cooperative Societies. അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് മാനേജിംഗ് കമ്മിറ്റി മെമ്പറിന് ഷാൾ ബി എലിജിബിൾ ഫോർ ഇലക്ഷൻ ടു ദി കമ്മിറ്റി. എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ എലിജിബിൾ അല്ല ഫോർ മോർ ദാൻ ഡാഷ് കോൺസിക്യൂട്ടീവ് ടൈം. എത്രയിൽ അധികരിച്ച്, തുടർച്ചയായി എത്രയിൽ അധികരിച്ച ടൈം
റെസ്പെക്റ്റീവ് ഓഫ് വെദർ ആ ടേം ഫുള്ളായിക്കോട്ടെ പാർട്ടായിക്കോട്ടെ. എത്രയിലാണ്? 198ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 3 ആണ് ആൻസർ. സെക്ഷൻ 28 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, നോ മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഓഫ് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി എലിജിബിൾ ഫോർ ഇലക്ഷൻ ടു ദി കമ്മിറ്റി ഫോർ മോർ ദാൻ 3 കോൺസിക്യൂട്ടീവ് ടൈംസ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദ ടൈംസ് ഈസ് ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട്. 198ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 199ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കമ്മിറ്റി ഷാൾ കോപ്റ്റ് ദി പേഴ്സൺ ആസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 28 സബ്സെക്ഷൻ 1G വിത്തിൻ എ പീരീഡ്. First option 3 months from the date of registration. Second option 6 months from the date of registration. Third option 45 days from date of election. Fourth option none of the above. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 28 സബ്സെക്ഷൻ 1G അനുസരിച്ച് കമ്മിറ്റി ഷാൾ കോപ്റ്റ് ദ പേഴ്സൺ ആ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 28 1G വിത്തിൻ എ പീരീഡ്. എത്ര നാളിനുള്ളിൽ? വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്ന് മുതൽ 6 monthsനുള്ളിലാണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് 199ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി നൺ ഓഫ് ദി അബോവ് കൊടുക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 200ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓഡിറ്റ് ഫൈൻഡിങ്സ് ബൈ ഓഡിറ്റഡ് ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആസ് പെർ റൂൾ 13A സബ് റൂൾ 5. റൂൾ 13A എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഷാൾ ബി സബ്മിറ്റഡ് ടു ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ, സെക്കൻഡ് ഓപ്ഷൻ DCA, തേർഡ് ഓപ്ഷൻ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോർത്ത് ഓപ്ഷൻ പ്രൊമോട്ടീവ് സൊസൈറ്റി. ഓഡിറ്റ് ഫൈൻഡിങ്സും ബൈ ദി ഓഡിറ്റർ അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സിൻ്റെ ആസ് പെർ റൂൾ 13A സബ് റൂൾ 5 അനുസരിച്ച്, അതായത് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഷാൾ ബി സബ്മിറ്റഡ് ടു ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? പ്രൊമോട്ടിംഗ് സൊസൈറ്റിയിലേക്കാണ്. 200ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, പ്രൊമോട്ടിംഗ് സൊസൈറ്റി. അപ്പോൾ താങ്ക് യു വെരി മച്ച്.